നഗരത്തിൽ കൈലാസിന് വളരെ വലിയ തുണി ബിസിനസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ശാലിനി, 2 സഹോദരന്മാർ രാഹുൽ, പിന്നെ രഞ്ജിൻ, പിന്നെ ഒരു അനിയത്തി താനിയയും ഉണ്ട്. പക്ഷെ കൈലാഷിന് എല്ലാരെക്കാളും കൂടുതൽ തന്റെ ജോലിക്കാരൻ കൃഷ്ണയോടാണ് സ്നേഹം കൂടുതൽ. കൃഷ്ണ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ജോലിക്കാരനാണ്. അദ്ദേഹം കൃഷ്ണയെ തന്റെ അനിയനെ പോലെ കരുതി. കൃഷ്ണ തന്റെ മുതലാളി കൈലാസിന്റെ എല്ലാ ജോലിയിലും സഹായിക്കും. പക്ഷെ കൈലാഷിന്റെ അനിയന്മാർ 2 പേർ യാതൊരു ജോലിയും ചെയ്യാറില്ല. അവർ ദിവസം മുഴുവനും കൈലാഷിന്റെ പണത്തിനെ വേസ്റ്റ് ആയിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം കൃഷ്ണ കൈലാസിനോട് പറഞ്ഞു, ചെറിയ മുതലാളി, നിങ്ങൾ എന്താ രാഹുൽ ചേട്ടനും രഞ്ജൻ ചേട്ടനും പറഞ്ഞ് മനസ്സിലാക്കാത്തത്? നിങ്ങൾ ദിവസം മുഴുവനും വല്ലാതെ കഷ്ടപ്പെടുകയാണ്. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടുന്ന കാശ് എടുത്തിട്ടാണ് അവർ 2 പേരും അടിച്ചു പൊളിക്കുന്നത്. എടാ കൃഷ്ണ, അതിപ്പോ നിനക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എന്റെ അമ്മ മരിക്കുന്ന മുമ്പ് എന്റെ അടുത്തൊരു വാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവര് ഒരു കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെടുത്ത് ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല. പക്ഷേ മുതലാളി, അവര് വല്ലതും കഷ്ടത്തെ നിങ്ങൾ കുടുക്കിയിട്ടാലോ? എടാ ഇല്ലടാ, അവർ 2 പേരും വല്ലാതെ പാവപ്പെട്ടവരാണ്. അവര് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവര് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങും. നീ വിഷമിക്കണ്ട. ശരി, ഞാൻ പറയുന്നത് ഇന്ന് കേൾക്കൂ. ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വരാൻ വല്ലാതെ വൈകും. ഇന്ന് എല്ലാ വ്യാപാരികളുടെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നെ അവര് വിളിച്ചിട്ടുമുണ്ട്. ശരി മുതലാളി, നിങ്ങളിന്ന് എത്ര ലേറ്റായിട്ട് വന്നാലും ഞാൻ നിങ്ങളെ കണ്ടിട്ടേ പോവുള്ളൂ. പക്ഷേ എന്തിന് മുതലാളി? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ചൂടാക്കി തരണ്ടേ? കൃഷ്ണ പറഞ്ഞത് കേട്ടിട്ട് കൈലാഷ് ചിരിച്ചുകൊണ്ട് തന്റെ കാർ എടുത്ത് ഓഫീസിലേക്ക് പോയി. മീറ്റിംഗിൽ നഗരത്തിലുള്ള മറ്റൊരു വലിയ വ്യാപാരി രാജൻ ഖസാനയും ഇരിപ്പുണ്ടായിരുന്നു. വ്യാപാരികൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മേലിൽ കള്ളക്കുറ്റം ചുമത്തി. മീറ്റിംഗിൽ കൈലാസ് തന്റെ വ്യാപാര സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കണ്ട. പക്ഷേ ഈ തീരുമാനം ഞാൻ 1 കൊല്ലത്തിന് ശേഷം ശരിയാക്കി തരും. ഇപ്പൊ എല്ലാരും അവരുടെ ജോലി എന്താ പോയി നോക്കൂ. മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം രാജൻ ഖസാന ചിരിച്ചുകൊണ്ട് വന്ന് കൈലാഷിനോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് കൈലാസ് സർ? ഈ വ്യാപാരികളൊക്കെ എന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ. അത് സത്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? സത്യം പറയൂ രാജൻ. വ്യാപാരികളുടെ എല്ലാ അക്കൗണ്ട് കാശും നിങ്ങളുടെ അക്കൗണ്ടിൽ സീക്രട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലേ? ഒരു പക്ഷേ അക്കൗണ്ടിൽ നിന്ന് കാശ് കുറവായാൽ എല്ലാവരുടെ മേലെ സംശയം നിങ്ങളുടെ മേലെ വരിക. ഞാൻ ബാങ്ക് മാനേജറോട് സംസാരിച്ചു. ഇനി 1 ആഴ്ച കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയേണ്ടി വരും. നിങ്ങളുടെ മേലുള്ള ഈ കംപ്ലൈന്റ് ശരിയാണോ തെറ്റാണോ എന്ന്. ഇവിടെ നോക്കൂ കൈലാസ് സർ, ഞാൻ നിങ്ങളുടെ അടുത്ത് കള്ളൊന്നും പറയില്ല. ഞാൻ ഈ വ്യാപാരികളുടെ 100 കോടി കട്ടത് സത്യമാണ്. പക്ഷെ നിങ്ങൾ വ്യാപാരികളുടെ അടുത്ത് ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 50 കോടി നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായോ സാറേ? രാജൻ പറഞ്ഞത് കേട്ടിട്ട് കൈലാഷിന് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം രാജന്റെ ചെവിട്ടത്ത് ഓങ്ങിയൊരു അടി വെച്ചു കൊടുത്തു. നിനക്ക് കുറച്ചു പോലും നാണല്ലേ രാജൻ? ഇനി ഞാൻ നിന്നെ ജയിലിൽ ഇടാതെ ഞാൻ വിടുകയില്ല. ഇത് പറഞ്ഞിട്ട് കൈലാഷ് അവിടെ നിന്നും പോയി. രാജൻ ഖസാന ദേഷ്യത്തിൽ പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിട്ടാലല്ലേ നീ എന്നെ ജയിലിനകത്തേക്ക് ഇടാൻ വേണ്ടിയത്? രാജൻ ഖസാന ഒരു മോശമായ കൊടൂരമായ ആളാണ്. അദ്ദേഹം തന്റെ അടിയാളുകളെ വരുത്തി എന്തു പറഞ്ഞെന്നാൽ, ഇന്ന് രാത്രി നിങ്ങൾ കൈലാസിന്റെ ഫാക്ടറി പോയി തീ വെച്ചോളൂ. എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്, കുറച്ചു നേരം മുമ്പ് കൈലാഷ് അവന്റെ ഫാക്ടറിയിലെ ₹1,00,00,000 സാധനം അവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. അവൻ ഇന്നും ആ സാധനത്തിനൊന്നും ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. ഫാക്ടറി കത്തിയതിനു ശേഷം പിന്നെ അവൻ തെരുവിലായിരിക്കും വരേണ്ടത്. രാജൻ ഖസാനയുടെ ആളുകൾ അന്ന് രാത്രി തന്നെ കൈലാഷിന്റെ ഫാക്ടറിയിൽ തീ കത്തിച്ചു. കൈലാഷിന്റെ ഫാക്ടറി തീയിൽ കത്തി നശിച്ചു. പിന്നെ അതോടൊപ്പം അതിനകത്തുണ്ടായിരുന്ന കോടിക്കണക്കിനുള്ള സ്വത്തും നശിച്ചു. കൈലാഷ് തെരുവിലേക്ക് വന്നു. ഇത്ര വലിയ നഷ്ടം സംഭവിച്ചത് കൈലാഷിനെ വളരെ വിഷമത്തിലാക്കി. പിന്നെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം പിടിച്ചു. കൈലാസിന്റെ അനിയത്തി താനിയ തന്റെ ചേട്ടന്മാരുടെ നമ്പറിലേക്ക് കാൾ ചെയ്ത് താഴ്ന്നുപോയി. യാതൊരു ചെറിയ ഏട്ടനും അവളുടെ ഫോണ് എടുത്തില്ല. പിന്നെ കൈലാഷിന്റെ കൈവശം തന്നെ ചികിത്സിക്കാൻ പോലും കാശില്ലായിരുന്നു. കുറച്ചു സമയത്തിനകം കൃഷ്ണ വീട്ടിൽ നിന്നും കുറച്ച് കാശ് എടുത്തുകൊണ്ട് വന്നു. ഡോക്ടർ പരിശോധിച്ച ശേഷം കൈലാഷ് തന്റെ ജോലിക്കാരനായ കൃഷ്ണയോട് പറഞ്ഞു, കൃഷ്ണ, നിന്റെ അടുത്ത് എത്ര ഈ കാശ് വന്നത്? എന്റെ അടുത്ത് 1 പൈസ പോലും ഇല്ലല്ലോ. നീ ആരടുത്തെങ്കിലും കടം വാങ്ങിട്ട് വന്നോ? ഇല്ല മുതലാളി, നിങ്ങൾക്ക് സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ രഞ്ജൻ ചേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ട് വന്നു. ഈ പണമൊക്കെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷ്ണ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൈലാഷിന്റെ 2 അനിയന്മാരും ദേഷ്യത്തോടെ വന്ന് പറഞ്ഞത്, ഇവൻ കട്ടു ചേട്ടാ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പോക്കറ്റിൽ നീ കാശ് എടുക്കും? വലിയ മുതലാളിക്ക് സുഖമില്ലാതായി പോയി.
ഞാൻ ആ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തത്. എന്റെ അടുത്തൊന്നും അത്ര വലിയ കാശൊന്നും ഇല്ല. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കൊന്നും എനിക്ക് ചെലവ് ചെയ്യാൻ പറ്റില്ല. ഇനി നീ എന്റെ പോക്കറ്റിൽ കൈവെക്കുന്ന ജോലി ചെയ്യാൻ പാടില്ല. രഞ്ജൻ ചേട്ടാ, നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വലിയ മുതലാളി നല്ല സ്ഥിതിയിലുണ്ടാവുമ്പോൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ കുറെ കാശ് എടുക്കാറുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം ഇന്ന് ചികിത്സയ്ക്ക് വേണ്ടി ചെലവിന് ചോദിച്ചപ്പോൾ നിങ്ങളടുത്ത് ഇല്ലാന്ന് പറയുന്നത് വല്ലാതെ മോശമായി പോയി ചേട്ടാ. നിങ്ങൾ ഒന്നുപോലും ചോദിക്കാതെ വലിയ ചേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഈ കാര്യം മുതലാളിയെടുത്ത് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുക. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും? രഞ്ജൻ കൃഷ്ണയെ വളരെ മോശമായ രീതിയിൽ അടിച്ചു. വലിയ മുതലാളി, ഇവരെന്നെ തല്ലുന്നുണ്ട്. നിങ്ങൾ എന്താ ഒന്നും ചോദിക്കാണ്ട് ഇരിക്കുന്നത്? നീ മോഷ്ടിച്ചു കൃഷ്ണ. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോ. നിങ്ങൾ എന്താ പറയുന്നത് മുതലാളി? നിങ്ങൾ എന്നെയാണോ സംശയിക്കുന്നത്? ഞാൻ നിങ്ങളുടെ വൈദ്യ ചെലവിന് വേണ്ടിയാണ് ഈ രഞ്ജൻ ചേട്ടന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശ് എടുത്തത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ കാശ് മോഷ്ടിച്ചിട്ടുണ്ടാവും. എനിക്ക് കുറച്ചാണ് സുഖമില്ലാതെ ആയിപ്പോയത്. ഞാനൊന്നും മരിക്കാൻ പോകുന്നില്ലല്ലോ. വേഗം തന്നെ ഈ വീട്ടിൽ നിന്ന് കടന്നു പോ. കൈലാസ് കൃഷ്ണയെ തന്റെ വീട്ടിൽ നിന്നും കഴുത്തിൽ പിടിച്ചു പുറത്താക്കി. കൃഷ്ണ കണ്ണു നിറയെ കണ്ണീരോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ പോവാണ്. പക്ഷെ ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരികയില്ല എന്റെ മുതലാളി. വലിയ മുതലാളി, രഞ്ജൻ ചേട്ടൻ എന്നെ തല്ലിയപ്പോ പോലും എനിക്ക് അത്ര വലിയ വിഷമം വന്നിട്ടില്ല മുതലാളി. പക്ഷെ നിങ്ങൾ ചെയ്തെന്നാണ് എനിക്ക് വല്ലാതെ വിഷമം വരുന്നത്. ഇന്ന് ഞാൻ ഈ ലോകത്തിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. വലിയ മുതലാളി അവരുടെ ജോലിക്കാരെ എത്ര സ്നേഹിച്ചു നോക്കിയാലും ശരി, അവരെപ്പോഴും ആ മുതലാളിന്റെ കാലിന്റെ താഴെ ഉണ്ടാവാൻ പാടില്ലെന്ന് വിചാരിക്കുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് കൃഷ്ണ കൈലാഷിന്റെ വീട്ടിൽ നിന്ന് പുറത്തുപോയി. പിന്നെ സങ്കടത്തോടെ ഒരു ഫുട്പാത്തിൽ നിന്നും കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരാൾ അവിടെ നിന്നും ഓടി വന്ന് അദ്ദേഹത്തിന്റെ അടുത്തായി താഴേക്ക് വീണത്. ആ മനുഷ്യൻ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഗുണ്ടടിപെട്ടുണ്ടല്ലോ. അയാൾ ഒരു ചെറിയ ബോട്ടിലും ഒരു ഫയലും കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എന്റെ പുറകിൽ കുറെ പേര് വരുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇവിടെ തന്നെ വിട്ടേക്കാൻ പാടില്ല. നിങ്ങൾ എന്റെ ഗ്രാമത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. പക്ഷേ ഇതൊക്കെ എന്താണ്? ഈ ബോട്ടിലിൽ ഞാൻ എന്തുപോലുള്ള ഫോർമുല തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും വൈരമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഈ ഫയലിൽ അതിനുള്ള ഫോർമുലയും കയ്യിലുണ്ട്. അപ്പോഴാണ് ചിലർ കയ്യിൽ തോക്കുമായി കൃഷ്ണയെ നോക്കി ഓടി വന്നത്. കൃഷ്ണ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ നേരെ തന്റെ ഗ്രാമത്തിലേക്ക് വന്നു. കൃഷ്ണയ്ക്ക് സ്വന്തമായി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. കൃഷ്ണ തന്റെ പാടത്ത് ചക്ക വിത്തുകൾ ഇട്ടു. അദ്ദേഹം അയാൾ പറഞ്ഞതുപോലെ ആ ബോട്ടിലുണ്ടായിരുന്ന കെമിക്കൽ തന്റെ മരങ്ങളിൽ അദ്ദേഹം തെളിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു അത്ഭുതം സംഭവിച്ചത്. മരത്തിൽ വൈരച്ചക്കകൾ കാച്ചു. ഇത് കണ്ടിട്ട് കൃഷ്ണ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ സമയത്ത് അവരുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അമ്മ, നിങ്ങൾ നോക്കിക്കോ. ഇന്നും കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വലിയ പൈസക്കാരനാവാൻ പോവാണ്. ഞാൻ വലിയ പൈസക്കാരന് ശേഷം എന്റെ മുതലാളിക്കാണ് ഞാൻ ആദ്യം ഉത്തരം പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹമാണ് എന്നെ ആദ്യം കള്ളനെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയല്ല മോഷ്ടിച്ചത്. കൃഷ്ണ പറഞ്ഞത് കേട്ടിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കൈലാഷിനെ ഒരുപാട് വർഷമായി അറിയാം മോനെ. നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പാവം, അദ്ദേഹം എന്തുകൊണ്ട് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാൽ അദ്ദേഹം പാവപ്പെട്ടവനായി. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ അനിയന്മാരെല്ലാം നിന്നെ അടിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അദ്ദേഹം. തന്റെ അമ്മ പറഞ്ഞത് കേട്ടതും കൃഷ്ണ ഒരുപാട് ആലോചിക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മേ, ആ നേരത്തില് വലിയ മുതലാളി എന്തിനാ കരഞ്ഞെന്ന്. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, എല്ലാ കാര്യം ഞാൻ ശരിയാക്കി തരാം. കൃഷ്ണ വൈരച്ചക്കകളെ എല്ലാം വിറ്റു ഒരു വലിയ കോടീശ്വരനായി മാറി. പക്ഷെ അദ്ദേഹം കൈലാഷിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത്, അതായത് കൈലാഷിന്റെ ഭാര്യ മരിച്ചുവെന്ന്. പിന്നെ കൈലാഷിന്റെ അനുജന്മാർ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും അറിയാൻ സാധിച്ചു. പിന്നെ കൈലാഷിന്റെ വീടും വിറ്റു. കൃഷ്ണ ആ സിറ്റി മുഴുവൻ കൈലാഷിനെയും തന്നെയെയും തേടാൻ തുടങ്ങി. അവരെ തേടിക്കൊണ്ട് അദ്ദേഹം കൈലാഷിന്റെ ഫാക്ടറിയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ കൃഷ്ണയോട് പറഞ്ഞു, കൈലാഷ് ചേട്ടന് വല്ലാതെ അന്യായമാണ് നടന്നത് കൃഷ്ണ. നീ വരാൻ തന്നെ വല്ലാതെ താമസിച്ചും പോയി. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വലിയ മുതലാളിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായിക്കോളാം. നിനക്ക് അറിയാലോ കൃഷ്ണ, നമ്മുടെ കൈലാസ് മുതലാളി പോലെ എന്റെ ജീവിതത്തിൽ വേറെ ആരും ഞാൻ ഇതുപോലെ കണ്ടിട്ടോ ഇല്ല. സത്യം എന്താണെന്നറിയോ കൃഷ്ണ, കൈലാസ് സാറിന്റെ ഫാക്ടറിയിൽ തീ ഒന്നും പിടിച്ചതല്ല, ആരോ കത്തിച്ചതാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് കൃഷ്ണ. അത് വേറെ ആരും അല്ല, രാജന്റെ ആൾക്കാർ തന്നെയാണ്.
പക്ഷെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഒരു പക്ഷെ അവൻ ഫാക്ടറിയിൽ തീ വെച്ചതുകൊണ്ട് അവന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാരണം കൈലാസ് സാർ അവരുടെ ഫാക്ടറിയിൽ ഒരു പുതിയ ഗാഡ്ജറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഫാക്ടറിയിൽ എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സൈറൺ അടിക്കുമായിരുന്നു. പക്ഷെ അന്ന് രാത്രി അത് അടിച്ചില്ല. പക്ഷെ ദൈവം എന്തായാലും രാജനെ വെറുതെ വിടില്ല എന്ന്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. പക്ഷേ കൃഷ്ണ താൻ തേടുന്നത് നിർത്തിയതേയില്ല. ഒരു ദിവസം കൃഷ്ണ തന്റെ കാറിൽ കൈലാഷിനെ തേടി പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ രഞ്ജനും രാഹുലും കണ്ടത്. അതായത് കൈലാഷിന്റെ വലിയ ദ്രോഹിയായ രാജൻ കസാലയോടൊപ്പം പോയിക്കൊണ്ടിരുന്നു. കൃഷ്ണ അവരുടെ കാറ് ഫോളോ ചെയ്ത് അവരുടെ ഓഫീസ് വരെ എത്തി. പിന്നെ മറഞ്ഞു നിന്ന് അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. രഞ്ജനും രാഹുലും രാജൻ ഖസാനയോട് സംസാരിക്കായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് രാജൻ. നിങ്ങൾ ചേട്ടന്റെ ഫാക്ടറിയിൽ തീ വെച്ചിട്ടുണ്ട്. പക്ഷെ ചേട്ടന് ഈ കാര്യം അറിയും പോലും ഇല്ല. ആ തീ നിങ്ങളാണ് വെച്ചെന്ന് കൈലാഷിന് ഈ കാര്യം അറിയില്ല. അവന്റെ ഫാക്ടറിയിൽ തീ വെക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് അവരുടെ അനിയന്മാര് തന്നെയാണെന്ന്. 50 കോടി കിട്ടുന്നത് കൊണ്ട് ഏത് അനിയനായാലും അവന്റെ ചേട്ടനെ കൊല്ലുകയല്ലേ ചെയ്യുക. അതുമാത്രല്ലാതെ കൈലാഷ് ഞങ്ങളുടെ സ്വന്തം ചേട്ടനൊന്നല്ലോ. അപ്പോഴാണ് കൃഷ്ണ അവരുടെ 3 പേരുടെ മുൻപിലും വന്നു നിന്നത്. അവർ 3 പേരും കൃഷ്ണയെ കണ്ടതും തന്നെ ഒരുപാട് പേടിച്ച് വിറച്ചുപോയി. കൃഷ്ണ, നീ എന്താ ഇത്ര വില ഉയർന്ന ഡ്രസ് ഇട്ടിരിക്കുന്നത്? നീ എവിടെങ്കിലും മോഷ്ടിച്ചു വന്നിട്ടുണ്ടോ? ഞാൻ എവിടെയും മോഷ്ടിച്ചില്ല രഞ്ജൻ ചേട്ടാ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വലിയ ചേട്ടന്റെ ഉഴപ്പിലല്ല ഉണ്ടാക്കിയത്. അവരുടെ അടുത്ത് നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വളരെ നാണക്കേടുണ്ട്. ഒരു സ്വന്തം ചേട്ടൻ പോലും തന്റെ അനിയന്മാർക്ക് ഇതുപോലെ ഒന്നും ചെയ്യുകയില്ല. പക്ഷെ വലിയ മുതലാളി നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശരി, ഇപ്പൊ അതിന് ഞങ്ങൾ എന്താ ചെയ്യണം നീ പറയാൻ വരുന്നത്? ആദ്യം ഈ കാര്യം പറയൂ. ഈ വലിയ മുതലാളി എവിടെയാ ഉള്ളത്? വേഗം പറയൂ. അവരെവിടെയാ ഉള്ളത് ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ തേടാണെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിനടുത്ത് പോയി തേടിക്കോ. ചേട്ടനോ അനിയത്തി എവിടെയെങ്കിലും പോയി ഭിക്ഷ എടുക്കുകയായിരിക്കും. ഞാൻ നിങ്ങൾ രണ്ടുപേരും വെറുതെ വിട്ടിട്ട് പോവുകയാണ്. കാരണം വലിയ മുതലാളി നിങ്ങളടുത്ത് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ദൈവം നിങ്ങൾക്ക് തന്നേക്കും. ഇത് നോക്കൂ രാജൻ ഖസാന, വലിയ മുതലാളി എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം അന്ന് നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാൻ നിനക്ക് തരും. ഇത് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കൃഷ്ണ അവിടെ നിന്നും പുറത്തുപോയി. കൃഷ്ണ വട്ടുപിടിച്ചതുപോലെ കൈലാഷിനെ തേടിക്കൊണ്ടേയിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കൃഷ്ണ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. അദ്ദേഹം നോക്കി കൈലാഷും അദ്ദേഹത്തിന്റെ അനിയത്തി താനിയയും ക്ഷേത്രത്തിന് പുറത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് കൃഷ്ണയുടെ കണ്ണിൽ കണ്ണുനീർ വന്നു. അദ്ദേഹം അവിടെ നിന്നും കൈലാഷിനെ നോക്കി ഓടി. ഞാൻ വന്നു മുതലാളി, എന്നോട് നിങ്ങൾ ക്ഷമിക്കൂ. അന്ന് നിങ്ങൾ എന്നെ തല്ലിയത് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. കൃഷ്ണ ഒരു പണക്കാരനായിരിക്കുന്നത് കണ്ട് കൈലാഷിന്റെ കണ്ണിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ വന്നു. പിന്നെ താനിയയ്ക്കും. നീ പോയതിനു ശേഷം എന്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോയി കൃഷ്ണ. പിന്നെ കുറച്ചു ദിവസം മുമ്പാണ് എനിക്ക് അറിഞ്ഞത് എന്റെ ഫാക്ടറിയിൽ തീ വെച്ചത് എന്റെ അനിയന്മാര് തന്നെയാണ്. പിന്നെ ദൈവം അവർക്ക് എന്തായാലും ദൈവം ശിക്ഷയും തന്നിട്ടുണ്ട്. അവര് പോയ ആഴ്ച തന്നെ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചും പോയി. പക്ഷെ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒരു കാര്യം അറിയില്ല മുതലാളി. ഇതിനുള്ള മുഖ്യമായ കാരണമായ ആള് രാജൻ ഖസാന തന്നെയാണ്. അവനാണ് രഞ്ജൻ ചേട്ടനെയും രാഹുൽ ചേട്ടനെ അങ്ങനെ മാറ്റിയത്. അവര് രണ്ടുപേർക്കും 50 കോടി തരാമെന്ന് പറഞ്ഞിട്ട് അവര് ഫാക്ടറിയിൽ തീ വെപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. വലിയ കുറ്റവാളി ആ രാജൻ ഖസാന തന്നെയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കൈലാഷ് മയങ്ങി താഴേക്ക് വീണത്. ഇത് കണ്ടിട്ട് കൃഷ്ണയും താനിയും ഒരുപാട് പേടിച്ചു പോയി. അവർ കരഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട മുതലാളി, ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാം. ഇല്ല കൃഷ്ണ, ഇല്ല. നീ വന്നത് ശരിയായ നേരത്തിൽ തന്നെയാണ്. എനിക്ക് എപ്പോ തൊട്ടോ ക്യാൻസർ ഉണ്ടായിരുന്നു. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പോയതിനു ശേഷം നീ താനിയെ നോക്കിക്കൊള്ളണം. അവളെ നീ കല്യാണം ചെയ്തോളൂ. പിന്നെ ആ രാജൻ ഖസാന നീ വെറുതെ വിടാൻ പാടില്ല. ഇത് പറഞ്ഞതും കൈലാഷ് മരിച്ചുപോയി. കൃഷ്ണ കൈലാസിന്റെ അവസാന ചടങ്ങ് ചെയ്തു. പിന്നെ അന്ന് തന്നെ താനിയെ കല്യാണവും കഴിച്ചു. കൃഷ്ണ ഇപ്പോ വലിയൊരു പണക്കാരനായി മാറി. കൃഷ്ണ ശരിക്കും രാജൻ ഖസാനയെ പോലെ അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ തീ വെച്ചു. രാജൻ ഖസാനയും തെരുവിലേക്ക് വന്നു. പക്ഷെ അവനെ കൊണ്ട് ഇത് സഹിക്കാനായില്ല. അങ്ങനെ അവൻ ഭ്രാന്തനായി മാറി. പിന്നെ കുറച്ചു ദിവസത്തിനു ശേഷം കൃഷ്ണ തന്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് വന്നു. പിന്നെ അവിടെ ഒരു വലിയ വീട് കെട്ടി താമസിച്ചു. കൃഷ്ണ ഇപ്പോഴും വൈരച്ചക്ക കൃഷി ചെയ്യുന്നുണ്ട്. ധോലക്പൂർ ഗ്രാമത്തില് രാംലാൽ അയാളുടെ മകനും മരുമകളോടൊപ്പം താമസിക്കുമായിരുന്നു. രാംലാലിന് തുണി തയ്ക്കുന്ന ജോലിയായിരുന്നു ഉള്ളത്. ഞാൻ പറയട്ടെ ചന്ദൻ, നിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ?
ഇപ്പോഴെങ്കിലും നീ തുന്നൽ പഠിക്ക്. ചന്ദൻ ഏതു നേരവും നാട് മുഴുവൻ ചുറ്റുമായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ അച്ഛനോടൊപ്പം ഇരുന്ന് തുണി തയ്ക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പഠിക്കുമായിരുന്നു. കുറെ നാള് കഴിഞ്ഞ് ചന്ദന്റെ അച്ഛന് മരിച്ചുപോയി. തുന്നലിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ചന്ദന് ഏറ്റെടുക്കേണ്ടി വന്നു. കുറച്ചു വർഷങ്ങളൊക്കെ ചന്ദന്റെ ജോലി കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ പിന്നെ ചന്ദൻ ദിവസം മുഴുവനും ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ആൾക്കാര് തുണി തയ്ച്ചിടുന്നത് ഇപ്പൊ വളരെ അധികം കുറച്ചു. ഒരു ദിവസം ചന്ദൻ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, വ്യാപാരമൊക്കെ വളരെ മോശമാണ്. ആൾക്കാർ ഇപ്പൊ റെഡിമെയ്ഡ് തുണിയാ മേടിക്കുന്നേ. തുണി തയ്ക്കാൻ കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ തയ്യൽ പണി ഒന്ന് നിർത്തുന്നുണ്ടോ? നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരുപാട് തരത്തിലെ ചെടികളുണ്ട്. നിങ്ങൾ ഈ കുഞ്ഞു ചെടികളൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ നോക്ക്. നിനക്കെന്താ ഭ്രാന്താണോ? ചെടിയൊക്കെ ആരാ മേടിക്കാൻ പോകുന്നേ? ഇല്ല, ഇപ്പൊ എല്ലാവരും അവരുടെ വീട്ടില് ചെടിച്ചട്ടി വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ചെടികൾ മാത്രമല്ല മൺചട്ടി ഉണ്ടാക്കിയും വിൽക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. എന്തായാലും ഈ ജോലിക്ക് നമുക്ക് അത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലല്ലോ. ചന്ദൻ അയാളുടെ ഭാര്യ പറഞ്ഞു കേട്ടിട്ട് റോസാപ്പൂ, ജമന്തി, തുളസി, അനാർ, മണി പ്ലാന്റ്, പേരയ്ക്ക ഇതുപോലത്തെ കുറെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വിൽക്കാൻ പുറപ്പെട്ടു. അടുത്ത ദിവസം ചന്ദൻ ഗ്രാമത്തില് ചെടി വിൽക്കാൻ പോയി. അന്നത്തെ ദിവസം ചന്ദന് അധികം ലാഭമൊന്നും കിട്ടിയില്ല. ഇന്ന് 100 രൂപയ്ക്ക് മാത്രമേ വിൽക്കാൻ കഴിഞ്ഞുള്ളൂ. പോട്ടെ, സാരമില്ല. ഒരു കാര്യം ചെയ്യൂ, നാളെ നിങ്ങൾ നഗരത്തിൽ ചെടി വിൽക്കാൻ പോകൂ. അടുത്ത ദിവസം ചന്ദൻ നഗരത്തിലെ ചെടി വിൽക്കാൻ പോയി. നഗരത്തിലെ ആൾക്കാരെ ചന്ദന്റെ കയ്യിലിരിക്കുന്ന പച്ച ചെടികൾ കാണുമ്പോ പെട്ടെന്നാണ് മേടിക്കുന്നത്. അന്ന് ചന്ദന് നല്ല ലാഭം ഉണ്ടായി. ഒരുപാട് സന്തോഷിച്ച് ചന്ദൻ വീട്ടിലേക്ക് വന്നു. കണ്ടിട്ട് ഇന്ന് നല്ല ലാഭം ഉണ്ടായെന്ന് തോന്നുന്നു. അതല്ലേ മോത്ത് ഇത്ര സന്തോഷം കാണുന്നേ? അതെ അതെ, നിന്റെ ഐഡിയ കൊള്ളായിരുന്നു കേട്ടോ. നഗരത്തിലെ ആൾക്കാർക്ക് പൂച്ചട്ടി വളരെ ഇഷ്ടമാണ്. ഏകദേശം എല്ലാ വീട്ടിലും പൂച്ചട്ടി ഇരിക്കുന്ന ഞാൻ കണ്ടതാ. നഗരത്തിലെ ആൾക്കാര് വിഡ്ഢികളാണ്. ആദ്യം അവര് വീടുണ്ടാക്കാൻ ചെടികളും മരങ്ങളും ഒക്കെ വെട്ടും. എന്നിട്ട് പിന്നെ അവര് വീട്ടില് ചെടികളൊക്കെ വെച്ചിട്ട് വിചാരിക്കും നമ്മുടെ വീട്ടില് നല്ല പച്ചപ്പുണ്ടെന്ന്. ഇപ്പൊ ചന്ദൻ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം മേടിച്ചോണ്ട് വരും. ചിലപ്പോ സൂട്ട്സ്, ചിലപ്പോ സാരി, ചിലപ്പോ കമ്മല്. ഒരു ദിവസം അയൽക്കാരിയായ ഗീത ചന്ദന്റെ വീട്ടിലേക്ക് വന്നു. അയ്യോ ചേട്ടത്തി, കുറച്ച് പഞ്ചസാര തരണേ. വീട്ടിലെ പഞ്ചസാര തീർന്നു പോയി. നാളെ തന്നേക്കാം. നിങ്ങൾ ഇരുന്നോളൂ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ചന്ദന്റെ ഭാര്യ പഞ്ചസാര എടുക്കാൻ അകത്ത് അടുക്കളയിലോട്ട് പോയി. അപ്പോഴാണ് ഗീതയുടെ ശ്രദ്ധ ചന്ദന്റെ ഭാര്യയുടെ സാരി കളക്ഷനിലോട്ട് പോകുന്നത്. എന്റെ ദൈവമേ, ഇത്രയും സാരികളോ! നല്ല ഭംഗിയുള്ള സാരികളാ. ഗീത പഞ്ചസാര എടുത്തോണ്ട് നല്ല ദേഷ്യത്തില് തിരിച്ചു വീട്ടിലെത്തി. എന്നിട്ട് അവരുടെ ഭർത്താവ് രവിയോട് പറഞ്ഞു, നിങ്ങളും ചന്ദൻ ചേട്ടനെ പോലെ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. മടി പിടിച്ച വീട്ടിനകത്ത് ഏതു നേരം കിടക്കുന്ന കാണുമല്ലോ. ചന്ദൻ പൂച്ചട്ടി വിറ്റിട്ടാണ് ഇത്രയും കാശ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ സുഖമായിട്ട് കഴിയല്ലേ. പിന്നെ എന്തിനാ അവൻ ഇത്രയും ബുദ്ധിമുട്ടാ നോക്കുന്നത്? രവി രാത്രിയില് ആരും കാണാതെ ഒരു വടിയെടുത്ത് ചന്ദന്റെ വീട്ടിനകത്തേക്ക് പോയി. എന്നിട്ട് അവിടുത്തെ ചെടിയെല്ലാം പിഴുതെറിഞ്ഞു. അടുത്ത ദിവസം ചന്ദനും ഭാര്യയും വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ അവര് കാണുന്നത് ആരാണ്ട് ചെടികളെല്ലാം പിഴുതെറിഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇത് ആരാണ് ചെയ്തത്? ചന്ദനും അയാളുടെ ഭാര്യയും മുറ്റത്തിരുന്നോണ്ട് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു ദേവി പ്രത്യക്ഷമാകുന്നത്. ദേവി ചന്ദന് ഒരു മണി പ്ലാന്റിന്റെ ചെടി കൊടുത്തു. ഇതൊരു സാധാരണ മണി പ്ലാന്റ് അല്ല. ഇതിലുണ്ടാവുന്ന ഓരോ ഇലയോടൊപ്പം ഒരു 2000 രൂപയുടെ നോട്ടും വരും. ഇനി ആരെങ്കിലും ഇതിനെ മോഷ്ടിച്ചെങ്കിൽ അതിന്റെ പരിണാമങ്ങൾ അപകടം പിടിച്ചതായിരിക്കും. ഇതും പറഞ്ഞിട്ട് ആ ദേവി അവിടുന്ന് മാഞ്ഞുപോയി. ദേവി കൊടുത്ത ആ മണി പ്ലാന്റ് ചന്ദൻ അയാളുടെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. ദിവസവും ആ മണി പ്ലാന്റിൽ ഓരോ പുതിയ ഇല കിളിക്കും. ആ ഇലയോടൊപ്പം 2000 രൂപയുടെ നോട്ടും ഉണ്ടായിരുന്നു. ഒരു മാസത്തില് ചന്ദന്റെ അടുത്ത് 60,000 രൂപയാണ് ഒന്നിച്ചാകുന്നത്. ആ പണം കൊണ്ട് ബഗിയ ഒരു പുതിയ തോട്ടം ഉണ്ടാക്കി. എന്നിട്ട് ഒരിക്കൽ കൂടി ചെടി വിൽക്കുന്ന വ്യവസായം അയാള് തുടങ്ങി. ഈ ചന്ദന്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും പണം ഉണ്ടായത്? പഴയതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടാണല്ലോ ഇവിടെ ചെടി വെച്ചേക്കുന്നത്. ഒരു രാത്രി രവി ആരും അറിയാതെ ചന്ദന്റെ വീട്ടിനകത്തേക്ക് എത്തി നോക്കി. ചന്ദനും അയാളുടെ ഭാര്യയും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ മണി പ്ലാന്റ് നമുക്ക് ദിവസവും 2000 രൂപ തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേവി നമുക്ക് ഈ മണി പ്ലാന്റ് തന്നത് മടി പിടിച്ച് പണിയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പൊ അതാണ് കാര്യം.
ഈ സംഭവിക്കുന്ന എല്ലാം ആ മണി പ്ലാന്റ് കാരണം കൊണ്ട് മാത്രമാണല്ലേ? രാത്രിയില് ചന്ദനും അയാളുടെ ഭാര്യയും ഉറങ്ങിയതിനു ശേഷം രവി പതുക്കെ അവരുടെ വീട്ടിനകത്ത് കയറി. എന്നിട്ട് മണി പ്ലാന്റ് മോഷ്ടിച്ചു. അയാള് മണി പ്ലാന്റ് ഒരു പെട്ടിക്കകത്ത് അടച്ചു പൂട്ടിവെച്ചു. ഇനി നാളെ ഇതിനകത്ത് 2000 രൂപയുടെ നോട്ട് വരും. രവി രാവിലെ എണീറ്റ് ആദ്യം പെട്ടിയാണ് തുറക്കുന്നത്. അയാള് കാണുന്നത് ആ പെട്ടിക്കകത്ത് മുഴുവനും പാമ്പും കൊണ്ട് നിറഞ്ഞിരിപ്പുണ്ട്. ആ മണി പ്ലാന്റിന്റെ അകത്തുനിന്ന് ഇനിയും പാമ്പുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാമ്പ് രവിയുടെ ദേഹത്തോട്ട് കയറി. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ. ഇതും പറഞ്ഞുകൊണ്ട് രവി അവരുടെ വീടിന്റെ ചുറ്റും ഓടാൻ തുടങ്ങി. രവിയുടെ ഭാര്യ വടിയെടുത്തിട്ടാണ് പാമ്പുകളെ മാറ്റാൻ നോക്കുന്നത്. എന്നിട്ട് മണി പ്ലാന്റ് എടുത്ത് രവിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ഈ മണി പ്ലാന്റ് ചന്ദൻ ചേട്ടന്റെ കയ്യിൽ കൊടുക്ക്. ഈ മണി പ്ലാന്റിൽ എന്തോ പ്രശ്നമുണ്ടോ, എനിക്ക് ഉറപ്പാ. രവി പെട്ടെന്ന് മണി പ്ലാന്റുമായിട്ട് ചന്ദന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തി ചന്ദന്റെ കാലേ വീണു. നീ എന്നോട് ക്ഷമിക്കണം ചന്ദൻ, ഞാൻ നിന്റെ മണി പ്ലാന്റ് മോഷ്ടിച്ചു. ചന്ദൻ ആ മണി പ്ലാന്റ് കയ്യിലെടുത്തപ്പോ തന്നെ അവിടെ ഇരുന്ന പാമ്പുകളെല്ലാം പെട്ടെന്ന് മാഞ്ഞുപോയി. നീ എന്തിനാ ഇങ്ങനെ ചെയ്ത രവി? എനിക്ക് ജോലി കൂലി ഒന്നുമില്ല. ഇനി കാര്യം അങ്ങനാണെങ്കിൽ നീ ഈ വിവരം എന്നോട് മുമ്പേ പറഞ്ഞാൽ മതിയായിരുന്നു. ചെടി വിൽക്കുന്നത് ഞാൻ വേണമെങ്കിൽ നിന്നെ പഠിപ്പിച്ചു തരാം. വേണമെങ്കിൽ കുറച്ച് പണം ഞാൻ കടമായിട്ട് തരാം. നിനക്കും വീട്ടിൽ ചെടി നടാമല്ലോ. ഇപ്പോ ചന്ദനും രവിയും ഒരുമിച്ചാണ് ചെടി വിൽക്കുന്ന വ്യവസായം ചെയ്യുന്നത്. മഹേഷ്പുര എന്ന ഗ്രാമത്തില് മുകേഷും പിന്റു എന്ന പേരുള്ള ചേട്ടനനിയന്മാർ അച്ഛനോടൊപ്പം താമസിക്കുമായിരുന്നു. മുകേഷ് ചേട്ടനും പിന്റു അനിയനുമായിരുന്നു. അച്ഛാ, നിങ്ങള് മുകേഷ് ചേട്ടന് സൈക്കിൾ മേടിച്ചു കൊടുത്തില്ലേ? എനിക്കൊരു മോട്ടോർ സൈക്കിൾ മേടിച്ചു തരൂ. മോനെ, സൈക്കിൾ ഒരുപാട് വില കുറഞ്ഞതല്ലേ? മോട്ടോർ സൈക്കിളിന് വില അധികവും. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. മോട്ടോർ സൈക്കിൾ കിട്ടുന്നവരെ ഞാൻ ഇവിടെ ആഹാരം ഒന്നും കഴിക്കാതിരുന്നോളാം. പിന്റുന്റെ ഈ വാശി കാരണം അവന്റെ അച്ഛന് അവന് വേണ്ടി ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. മുകേഷിനാണെങ്കിൽ പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മുകേഷിന്റെ വിവാഹം കഴിപ്പിച്ചു. മുകേഷ് പാടത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ പിന്റു 12ാം ക്ലാസ് ജയിച്ചു. അച്ഛാ, ഞാൻ പഠിക്കാൻ ടൗണിലേക്ക് പോയിക്കോളാം. മോനെ, അതിന് നമ്മുടെ ഗ്രാമത്തിൽ കോളേജ് ഉണ്ടല്ലോ. ടൗണിൽ പോയാ വീട് വാടകയ്ക്ക് എടുക്കണം. അത് മാത്രമല്ല, അവിടെ ആഹാരം കഴിക്കാൻ പണം ചെലവഴിക്കേണ്ടി വരില്ലേ? അച്ഛാ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ടൗണിൽ പോയേ പറ്റൂ. വേറെ വഴിയൊന്നും ഇല്ലാതെ പിന്റുന്റെ വാശിയുടെ മുമ്പിൽ അച്ഛന് തല കുനിക്കേണ്ടി വന്നു. കോളേജിൽ പഠിക്കാൻ വേണ്ടി പിന്റു ടൗണിലേക്ക് പോയി. പക്ഷെ ടൗണിലെ തിളങ്ങുന്ന ഭംഗി കണ്ടപ്പം പിന്റുവിന് പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ട് പോയി. ഏത് സമയത്തും സുഹൃത്തുക്കളോടൊപ്പം ബൈക്കിൽ ചുറ്റിക്കറങ്ങുമായിരുന്നു. ചിലപ്പോഴൊക്കെ സിനിമ ഹാളിൽ പടം കാണാൻ പോകും. ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടി ചെയ്യുമായിരുന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി കളിച്ചും ചിരിച്ചും പിന്റു 2 വർഷം കഴിച്ചു കൂട്ടി. ഒരു ദിവസം പിന്റുവിന്റെ അടുത്ത് മുകേഷിന്റെ കോള് വന്നു. പിന്റു, അച്ഛന്റെ ആരോഗ്യം ഒട്ടും ശരിയല്ല. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ നോക്ക്. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ വളരെ ബിസിയാണ്. അവിടുത്തെ കാര്യം നിങ്ങൾ നോക്കിയാ മതി. മോനെ മുകേഷ്, എനിക്ക് പിന്റുവിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. പിന്റു വീട്ടിൽ വന്നില്ല. വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി. ഒരു ദിവസം വീട്ടില് പിന്റുന്റെ ഫോൺ വന്നു. മുകേഷ്, നീ അയച്ച തുക എനിക്ക് തികയില്ലല്ലോ. ടൗണിലെ ചെലവ് എത്ര ആയിരിക്കും നിനക്ക് അറിയാവുന്നതല്ലേ? പിന്റു, എന്നെ കൊണ്ട് കഴിയാവുന്ന അത്രയും പണമാണ് നിനക്ക് അയക്കുന്നത്. ഈ പ്രാവശ്യം അസമയത്താണ് മഴ വന്നത്. പാടത്തുണ്ടായതെല്ലാം തകർന്നുപോയി. വീട്ടിൽ കഴിക്കാൻ ആഹാരം പോലുമില്ല. എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതൊന്നും കള്ളമല്ല പിന്റു. പിന്റു ഒരു പെങ്കൊച്ചിനോടൊപ്പം ഗ്രാമത്തിലുള്ളവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ല, ഇതെന്താ പിന്റു? എത്ര ദിവസത്തിന് ശേഷം നീ വന്നേ? നീ വിവാഹം കഴിച്ച വിവരം ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ ചേട്ടാ, ഞാൻ വിവാഹം കഴിച്ചു. മുകേഷിന്റെ കയ്യിൽ ഒരു കടലാസും കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ, ഇതെന്റെ കോളേജിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. ഇതില് വിരലടയാളം പതിക്കാമോ? പിന്റുവിന് വിശ്വാസം ഉള്ളതുകൊണ്ട് ഒന്നും ചോദിക്കാതെ മുകേഷ് അതില് വിരലടയാളം പതിപ്പിച്ചു. വളരെ നല്ല കാര്യം ചേട്ടാ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാ മതി. ഈ കടലാസിൽ ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്, പാടം എല്ലാം നിങ്ങളുടെ അനിയൻ പിന്റുവിന്റെ പേരിൽ എഴുതുവാന്ന്. എന്താ നീ പറയുന്ന പിന്റു?
വെറുതെ ഇവിടെ നിന്ന് എന്റെ സമയം കളയാതെ നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. വരൂ രൂപ. പാവം മുകേഷും രൂപയും റോഡിന്റെ അരികിൽ കുടില് കെട്ടിയാണ് താമസിക്കുന്നത്. ഇനി നമ്മള് ചെലവിന് എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, ഞാൻ കാട്ടിൽ പോയി വിറക് വെട്ടിട്ട് വരാം. എന്നിട്ട് അതിനെ ചന്തയെ കൊണ്ടുവന്ന് വിൽക്കാം. അടുത്ത ദിവസം മുകേഷ് വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി. ഉച്ചവരെ വിറക് വെട്ടിയതിന് ശേഷം മുകേഷിന് നല്ല ദാഹം തോന്നി. എന്തൊരു ചൂടാണിത്, എന്റെ തൊണ്ടയാണെങ്കിൽ ശരിക്കും വരണ്ടു. കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി മുകേഷ് ആ കാട്ടിനകം മുഴുവനും അരിച്ചു പെറുക്കി. മുകേഷിന് ഒരു കിണർ കണ്ടെത്താൻ കഴിഞ്ഞു. മുകേഷ് ആ കിണറ്റിനകത്തൊന്ന് എത്തി നോക്കി. കിണറ്റിനകത്ത് വെള്ളമൊന്നും കണ്ടില്ല, പക്ഷെ അതിനകത്തിൽ കൂടെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഒന്നും ചിന്തിക്കാതെ മുകേഷ് ആ കിണറ്റിനകത്ത് എടുത്തു ചാടി. ആ കിണറ്റിനകത്ത് ഒരു ചന്ദനമരം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിരിക്കുന്നത് ചന്ദനത്തടിക്ക് നല്ല വിലയുണ്ടെന്നാണല്ലോ. മുകേഷ് ആ ചന്ദനമരത്തിൽ നിന്നും കുറച്ച് തടി വെട്ടിയെടുത്ത് ചന്തയിൽ വിൽക്കാൻ പോവുമായിരുന്നു. ചന്ദനത്തടിക്കാണെങ്കിലോ 50,000 രൂപയാണ് വില. മുകേഷിന് ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം മുകേഷ് ആ ചന്ദനത്തടിയിൽ കുറച്ച് തടിയെടുത്ത് ചന്തയെ കൊണ്ടുപോയി എന്നും വിൽക്കുമായിരുന്നു. അധികം വൈകാതെ മുകേഷ് വലിയൊരു വീട്, പാടം, പിന്നെ ഒരു ട്രാക്ടറും മേടിച്ചു. അവിടെ പിന്റൂനാണെങ്കിലോ പാടത്ത് പണിയെടുക്കുന്നതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് അവൻ ആ പാടം അങ്ങ് വിറ്റു. കുറച്ചു ദിവസം കഴിഞ്ഞ് പാടം വിറ്റന്റെ പൈസയും തീർന്നു. മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവാ, ഇല്ലെങ്കിൽ നമുക്കങ്ങ് പിരിയാം. മുകേഷ് ഒരു പണക്കാരനായ വിവരം പിന്റു എങ്ങനെയോ അറിഞ്ഞു. ഒരു രാത്രിയില് ആരും കാണാതെ പിന്റു മുകേഷിന്റെ വീടിന്റെ അരികിലെത്തി. മുകേഷും അയാളുടെ ഭാര്യയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. ജനലിന്റെ അരികിൽ നിന്ന് പിന്റു അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നു. നമുക്കിതെല്ലാം നേടാൻ കഴിഞ്ഞത് കാട്ടിലെ കിണറ്റിനകത്തെ ചന്ദനമരം കാരണം മാത്രമാണ്. കാട്ടിലൊരു സ്വാമിയെ കണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ചന്ദനമരത്തിന് അത്ഭുതമുണ്ടെന്നാണ്. ഓ, അങ്ങനാണോ? കാട്ടിലെ കിണറ്റിനകത്തെ ചന്ദനത്തിന്റെ മരം. പിന്റു ആ കാട്ടിനകത്ത് പോയി. എന്നിട്ട് അന്വേഷിച്ച് ആ കിണറ്റിന്റെ അവിടെ വരെ എത്തി. ആ നിൽക്കുന്നതല്ലേ ചന്ദനത്തിന്റെ മരം? പിന്റു കിണറ്റിനകത്ത് എടുത്തു ചാടി. പക്ഷെ ആ ചന്ദനമരം അവിടുന്ന് മാഞ്ഞു പോയി. എന്നിട്ട് ആ കിണർ മുഴുവനും വെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞു. പക്ഷെ പിന്റൂണാണെങ്കിൽ നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ ആ കിണറ്റിനകത്ത് മുങ്ങിച്ചത്തു.